ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈദ് മുബാറക്കാണ്. ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാലോ ഇത്രയും കാലം ഇങ്ങനെ സങ്കടമുള്ളൊരു പെരുന്നാൾ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്നും കൂടി പറയാം കേട്ടോ. ഈ ഒരു പെരുന്നാൾ ദിവസം തന്നെയാണ്, പെരുന്നാൾ തലേ ദിവസം അവിടെ ഓന് പഠിക്കേണ്ട ഒരു കാര്യത്തിനായിട്ട് ഓന് വേറെ നാട്ടിലേക്ക് പോയി. അപ്പോൾ ഓന് പോയിട്ടുള്ള വശത്തെ ഒരു ഈ ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്. അതാണ് എനിക്ക് കുറച്ച് ദിവസം സങ്കടം, കുറച്ച് ദിവസം വീഡിയോസ് ഇടാത്തതും ഒത്തിരി പ്രശ്നങ്ങൾ അതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓന് ഓൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളെ കൂടെ തന്നെയാണ് ഓന് ഇപ്പോൾ ഉള്ളത്. എന്നാലും എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു സങ്കടമല്ലേ. ആ റഹീം ജയിലിൽ നിന്ന് മോചിതനായ എൻ്റെ ഉമ്മാൻ്റെയൊക്കെ ഒരു മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. എൻ്റെ മോന് ഒരു നാട്ടിൽ നിന്ന് ഒരു നാട് വിട്ട് പോയിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രാവും പകലും കരയായിരുന്നു. ഇന്നലെ തൊട്ട് ഓനക്കും സങ്കടം ഞങ്ങൾക്കും സങ്കടം, രണ്ടുകൂട്ടർക്കും സങ്കടമായിരുന്നു. ഓരോ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളെ പിരിഞ്ഞ് താമസിക്കുന്നത്. ഞങ്ങളെ പിരിഞ്ഞ് വേറെ നാട് വിട്ട് നിൽക്കണ ഓൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഓന് ഏത് ടൈമിലും വെളിപ്പുറത്ത് ഓനുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓന് അങ്ങനെ പോയപ്പോൾ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും. അപ്പോൾ ഒരു പെരുന്നാളൊന്നും ഉണ്ടാക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ മോളുള്ള കാരണം അങ്ങോട്ട് പെരുന്നാൾക്ക് കുറച്ച് മന്തി റൈസ് ഉണ്ടാക്കി, പിന്നെ അങ്ങനെയാണ് കേട്ടോ. പക്ഷെ സന്തോഷമില്ല, മനസ്സിൻ്റെ ഉള്ളിൽ ഇടനെച്ചിട്ട് ഭയങ്കര ഒരു വേദനയും കാര്യങ്ങളായിരുന്നു. അതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാം എന്താണ് എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എന്താ, ഓന് പോണ ഒരു പ്രശ്നം. ഓന് പോകുമ്പോൾ ഒരു വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ഉമ്മാർക്കുള്ള വേദന എത്രത്തോളം ഉണ്ടാവും എന്ന് പറയുന്നത് ഇല്ലാത്തവരുണ്ടായിട്ടാ കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര വേദനയാണ്. ഞാൻ ആ റഹീമിൻ്റെ ഉമ്മ വന്ന വീഡിയോസില്ലേ, അത് മൊത്തത്തിൽ അങ്ങനെ നമ്മൾ നോക്കുമല്ലോ. ഞാൻ സീരിയലുണ്ട ഒരു കരയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മോന് പോയ കാരണം ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഈ പെരുന്നാൾ ഉഷാറുണ്ടായിരുന്നില്ല. അതൊക്കെയാണ് കേട്ടോ. അതാണ് നിങ്ങളോട് പറയാൻ വരുന്നത്. ഒരു ഉമ്മാര് എത്രത്തോളം മക്കളെ എത്രത്തോളം ഇതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മാഷാ അല്ലാഹ് എൻ്റെ മോനെ അവിടെ എത്തി ഓന് ഓൻ്റെ കൂടെ ഓൻ്റെ ക്ലാസ്സിൽ പഠിച്ച് 17 പേരുണ്ട്. മാഷാ അല്ലാഹ് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ എൻ്റെ മോന് പോട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, അതേമാതിരി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും പെരുന്നാളൊക്കെ ഇങ്ങനെ ഉണ്ട്. ഉഷാറല്ലേ? പക്ഷെ എനിക്ക് ഉഷാറില്ല കേട്ടോ. എൻ്റെ മോൻ അവിടെ ഉണ്ടാവും, ഞാൻ അവിടെയാണ്. ഓനക്കാണെങ്കിലോ പോകുമ്പോൾ പെരും പനിയാണ് കേട്ടോ. ഇപ്പൊ അവിടെ ചെന്നിട്ട് ഭയങ്കര പനിയാണ്. പനി മാറട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ അപ്പോൾ വലിയ പെരുന്നാൾക്ക് ഇങ്ങനെ ആയിട്ടോ. സാരല്ല, ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാവും. എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണെന്ന്. അപ്പോൾ എൻ്റെ അയൽവാസിക്ക് ഒരു താത്ത വന്നിട്ട് പറയാം ഇന്ന മാതിരി ഓരോ പ്രശ്നങ്ങൾ, ഓരോ വീട്ടിലത്തെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഓരോരോ വീട്ടിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമുക്ക് മാത്രമല്ല, പഠിച്ചാൽ നമ്മൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ് മനുഷ്യന്മാരുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും അത് അനുഭവിക്കാൻ കരുത്തും പഠിച്ചു തരുന്നുണ്ട്. അത് മുന്നോട്ട് ശരി കൊണ്ടാലും പഠിച്ചത് എല്ലാം ശരിയാക്കി തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് കേട്ടോ എൻ്റെ. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. സ്വത്തിന്റെ ഡ്രസ്സ് ഒന്ന് കാണിക്കാവാ? പച്ച എന്നല്ലേ നീ ഇട്ട ഡ്രസ്സ് കാണിക്കാവാ? ഓർക്ക് പച്ച ഉണ്ട്. പിന്നെ ഇതാ മൈലാഞ്ചിട്ട് കേട്ടോ ഓന്റെ ഡ്രസ്സ് കണ്ട. ഇനിയുണ്ടോ എനിക്ക് വേറെ ഇതേമാതിരി ഒരു കൂട്ടം കൂടി എടുത്തിട്ടുണ്ടോ. എനിക്ക് ഇന്നലെ ഞങ്ങൾ വരുന്ന നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. എൻ്റെ മോന് കിടക്കുന്ന കട്ടിൽ കാണുമ്പോൾ കരച്ചിൽ വരിക. അപ്പം അത് കാരണം ഞങ്ങൾ ഇന്നലെ അവിടെ പെരുന്നാൾ നിന്ന് കൊള്ളാൻ അവിടെ നിന്നില്ല. എന്താ കാരണം എന്നറിയോ? സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് കിടക്കുന്ന കട്ടിൽ എന്താ കരച്ചിൽ വരിക. അങ്ങനെ പോരുന്ന വൈക്കോ എനിക്ക് ഡ്രസ്സ് എടുത്തു. കുറേ നേരം കരഞ്ഞു. പിന്നെ ഇനി കരഞ്ഞിട്ട് എന്താ, പിന്നെയും പൊട്ട് എന്താ ചെയ്യുക. അങ്ങനെ എന്താ ഓൻ്റെ വീണ്ടും ഡ്രസ്സ് ഇതാ. പിന്നെ മെയിലാഞ്ചിട്ടോ ഇതാ അതേമാതിരി ഇതാ ഓനിക്ക് വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നല്ല ക്ലോത്ത് കേട്ടോ, അടിപൊളി നല്ല ക്ലോത്ത്. ഇങ്ങനെ
ഇടാൻ ഭയങ്കര സുഖം. എന്നാ അതിലെടുത്ത് വെക്കല്ല. അപ്പൊ ഇതാട്ടോ മെയിലാഞ്ചി. ഈ കയ്യുമ്മത്തെ മോതിരം എവിടെ? ഈ കയ്യുമ്മത്തെ മോതിരം എവിടെയെന്ന് അറിയോ? എന്ത് എന്ത് പറ്റൂല. ഈ കയ്യിലണ്ട, ഈ കൈ ഭയങ്കര വീക്കണ്ടാ. ഉള്ളവരെ എങ്ങനെ കാട്ടാൻ പറ്റൂലെന്ന് എനിക്കറിയണ്ടെങ്കിൽ. ഈ കയ്യുമ്മ തേനീച്ച ഞങ്ങളെ വീട്ടിൽ തേനീച്ചല്ലേ, അയാൾ കുത്തിയിട്ടേ ഞാൻ അവിടേക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ. സ്വത്തുവിനെ മൈലാഞ്ചി ഞാൻ അവിടേക്ക് പോയിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ കയ്യുമ്മ ഞാൻ അവിടെ ഇങ്ങനെ കസാലയിൽ ഇരിക്കുമ്പോ ഐറ്റങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പൊ ഒന്ന് എന്റെ കയ്യുമ്മ കുത്തി ഉടനെ തന്നെ അത് പറഞ്ഞു കേട്ടോ. പക്ഷെ ഇതുമുണ്ട് ഇത്ര പോകുന്നൊരു നാല്. പിന്നെ അതിന്റെ മോളെടുത്ത് നിന്ന് എന്തോ ഒരു കടച്ചിലായിരുന്നു അറിയും. ഇപ്പൊ അത് വീങ്ങിയിട്ട് ചോറിയ കേട്ടോ. നല്ല ചോദിച്ചിലും വീക്കോ കടച്ചിലുമാണ്. അപ്പോൾ അങ്ങനെ ഈ മോതിരൊക്കെ ഊരി ഇപ്പുറത്തെ കയ്യുമ്മക്ക് ഇട്ടിട്ടാ. കാരണം ഇതുമ്പോ അങ്ങനെ കൊള്ളുന്നില്ല, വണ്ണം വെച്ചിട്ടാണ് കയ്യ വീഡിയോസിൽ കാണില്ല ശരിക്കും. കണ്ട കണ്ട അങ്ങനെ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കണ്ടേ? അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നോക്കട്ടെ. ഉച്ചക്ക് മന്തിയായിരുന്നു കേട്ടോ. മന്തി റൈസ് ഉണ്ടാക്കി. രാത്രിക്ക് ഇതാ ചിക്കൻ ബിരിയാണി, പിന്നെ തൈര് കേട്ടാ. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അതൊക്കെ കണ്ടിട്ട്. അപ്പൊ ഈ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ 2 ദിവസം ലൈവിലും കാര്യങ്ങളിലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പെരുന്നാൾക്ക് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടാൻ ശ്രമിക്കുക. ഈ പെരുന്നാൾക്ക് നമുക്ക് നിസ്കരിക്കാൻ പോണ വീഡിയോസൊക്കെ ഇട്ടണമെന്നൊക്കെ പറഞ്ഞേ, ഒന്നും സാധിച്ചില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആരോടും പറയരുതെന്ന് പറയുന്നത് സത്യം കേട്ടോ. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തായാലും അടുത്ത പെരുന്നാൾക്ക് പോയിട്ട് വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഇതാക്കാൻ നിസ്കരിക്കാൻ പോയിട്ട് ഇപ്രാവശ്യം പോകാൻ സാധിച്ചില്ലല്ലോ. ഇപ്രാവശ്യം പെരുന്നാളെ ആഘോഷിക്കാൻ സാധിച്ചു. മക്കള് ഒക്കെ ഇതാവുമെന്ന് നിന്നിട്ട് അങ്ങനെ വെച്ചു എന്നല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ തീരുണ്ടാക്കാം. അപ്പോൾ ഇതായിരുന്നു 2 ദിവസം ലൈവ് വരാത്ത. ഇൻഷാല്ലാ നാളെ ഇനി ലൈവ് വന്ന് വരും. സപ്പോർട്ട് ചെയ്യാം. ഉമ്മാക്ക് പകരം ഉമ്മ മാത്രം അറിയുന്ന സത്യമാണ് കേട്ടോ. നിങ്ങളെ സ്വഭാവം ആണുങ്ങള് സഹിക്കാനുള്ള മനസ്സിൽ പെണ്ണുങ്ങൾക്ക് അതില്ല. അതാണല്ലേ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഗെയ്സ്. അപ്പൊ ഇങ്ങനെ ഒരു പെരുന്നാൾ ആദ്യമായിട്ടാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലികൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.